സ്ത്രീകൾ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളാണെങ്കിൽ സമൂഹമാധ്യമങ്ങളിൽ പലപ്പോഴും വലിയ അധിക്ഷേപങ്ങൾക്ക് ഇടയാകേണ്ടി വരുന്നത് ഒരു പതിവായി മാറിയിട്ടുണ്ട്. സാധാരണക്കാർ മുതൽ ഉന്നതർ വരെ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് പുറകിലുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയം. തന്നെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന ഹണി റോസിന്റെ പരാതിയിൽ റിമാൻഡ് തടവുകാരനായി ജയിൽവാസം അനുഭവിക്കേണ്ടിയും വന്നു. ഹണി റോസ് നിയമ നടപടി ആരംഭിച്ചതോടെ ചെറിയ സമയത്തേക്ക് അവരുടെ പേജിലെങ്കിലും ഇത്തരം അധിക്ഷേപം ഉന്നയിക്കുന്നതിന് കുറവുണ്ടായിരുന്നു. എന്നാൽ അത് അവിടെ മാത്രം ഒതുങ്ങി. മറ്റ് പല സെലിബ്രിറ്റികളുടെയും പേജിൽ ഇത്തരം അധിക്ഷേപം ഇപ്പോഴും തുടരുന്നുണ്ട്. ചിലരാകട്ടെ ഉപദേശം എന്ന പേരിലാണ് അധിക്ഷേപം നടത്തുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫർ. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം നേരിട്ട വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. വിമർശനം പലപ്പോഴും വ്യക്തി അധിക്ഷേപത്തിലേക്ക് കടന്നു. ബിഗ് ബോസിനകത്തും പുറത്തുമെല്ലാം ഗബ്രിയുമായുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു അധിക്ഷേപം. ഒടുവിൽ ഞങ്ങൾ തമ്മിൽ സുഹൃത്ത് ബന്ധം മാത്രമാണുള്ളതെന്ന് ഇരുവർക്കും പരസ്യമായി പറയേണ്ടി വന്നു. അധിക്ഷേപം ഇനിയും തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ജാസ്മിനും ഗബ്രിയും നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അധിക്ഷേപങ്ങൾക്കും ഉപദേശങ്ങൾക്കും ഇപ്പോഴും കുറവൊന്നുമില്ല. യാത്രകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ഗബ്രിയും ജാസ്മിനും. ഇരുവരും അടുത്തിടെ നിരവധി യാത്രകൾ ഇന്ത്യക്കകത്ത് നടത്തിയിരുന്നു. ഇപ്പോൾ താരങ്ങളുള്ളത് തായ്ലൻഡിലാണ്. ആദ്യമായി ജാസ്മിൻ നടത്തിയ ഇന്റർനാഷണൽ ട്രിപ്പ് കൂടിയാണിത്. യാത്രക്കിടെ ചില ചിത്രങ്ങളും റീലുകളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട്. മറ്റൊരാളുടെ കണ്ണിലൂടെ എന്നെ തന്നെ വിലയിരുത്താതിരിക്കാൻ എനിക്ക് വളരെ സമയമെടുത്തു എന്ന ക്യാപ്ഷനാണ് താരം റീലിന് നൽകിയത്. ഷോർട്സ് ധരിച്ചിരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് റീലിൽ കാണാൻ സാധിക്കുന്നത്. ഇതേ ഷോർട്സ് തന്നെയാണ് ചിലരുടെ ചൊറിച്ചിലിനും കാരണമായിരിക്കുന്നുവെന്നാണ് കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിന്റെ ഹറാമും ഹലാലും എവിടെ പോയി? ട്രൗസറിന്മേൽ എത്തി ഇനി കോണോൻ എന്നാണ്. അങ്ങനെ അതും നടന്നു. ജാസ്മിൻ്റെ തുണിയുടെ നീളം കുറഞ്ഞു. സ്പ്രേ വരെ ഹറാം എന്ന് പറഞ്ഞ് നടന്നവളാണ്. അല്ലാ, ലോകം അവസാനിക്കാറായി എന്ന തരത്തിലാണ് ചില കമൻറ്റുകൾ. കമൻസ് കണ്ട് നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് വീണ്ടും തോന്നിയ പോലെ ജീവിക്കണ്ട. നാളെ മരിച്ചു പോയാൽ ചെന്ന് കയറുന്ന ഇടത്തെ ഓർക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കേസ് വരും. അതുകൊണ്ടാണ് മനസ്സിലുണ്ടെങ്കിലും ഇപ്പോൾ ആരും നെഗറ്റീവ് പറയാത്തത്. ഇസ്ലാമിൽ തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയണം. അവർ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യട്ടെ. ഏതായാലും റബ്ബ് എല്ലാവരെയും കാക്കട്ടെ എന്നാണ് മറ്റൊരാളുടെ ഉപദേശം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.